സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പണ്ടൊക്കെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ അമ്മ ഒരു പാത്രം നിറച്ചൊരു സാധനം ഉണ്ടാക്കി വയ്ക്കും. എന്താ, നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം. ആ സമയത്തുണ്ടല്ലോ നമ്മുടെ പപ്സും കട്ട്ലേറ്റും എല്ലാം മാറി നിൽക്കും. അത്ര ടേസ്റ്റാണെന്നേ. എന്നാൽ പിന്നെ നമുക്കിന്ന് അത് ഉണ്ടാക്കിയാലോ. അപ്പം അതിന് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ അപ്പത്തിൻ്റെ മാവാണ്. അപ്പം അപ്പത്തിൻ്റെ മാവിന് മിച്ചം വരുന്ന ദിവസങ്ങളിൽ ഒന്നും നോക്കണ്ട, ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്ക്. അപ്പം നമ്മൾ 2 കപ്പ് ഇല്ലെങ്കിൽ 2 ഗ്ലാസ് അപ്പത്തിൻ്റെ മാവാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിക്കുക. കാരണം ശർക്കര നമ്മൾ പൊടിച്ചതാണ് യൂസ് ചെയ്തെങ്കിലും അത്യാവശ്യം തരികളുണ്ടാകും. അപ്പം അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വട്ടത്തിലുള്ള പാത്രം എടുത്തിട്ട് അതിൽ മൊത്തം നെയ്യ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പറും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ. ഇതാകുമ്പോഴത്തേക്കും എളുപ്പത്തിൽ അതങ്ങ് വിട്ടു പോരുകയും ചെയ്യും, നെയ്യുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ നല്ലോണം നെയ്യ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, നല്ലോണം മിക്സ് ചെയ്ത ആ മിക്സ് അതെടുത്തിട്ട് നമ്മുടെ ഈ പ്ലേറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് ആയോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ശർക്കര പൊടിച്ചത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് തരിതരിയായിട്ടുള്ള ശർക്കര നമ്മളാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവി കയറ്റുന്ന സമയത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി നമ്മൾ ഒരു ഇടിയപ്പ പാത്രത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുത്താൽ നമുക്ക് നല്ല അടിപൊളി വട്ടയപ്പം കിട്ടും. കണ്ടോ, നമ്മുടെ സാധനം സെറ്റായി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ 1 ടൈം എങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.